സത്യം ജയിച്ചു. പച്ചവർഗീയം പറഞ്ഞവർക്ക് പച്ചയ്ക്ക് തന്നെ തിരിച്ചടി കിട്ടുമെന്ന് കോൺഗ്രസും UDFും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ആദ്യ ജയം ലഭിച്ചിരിക്കുകയാണ്. മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കേരളത്തോട്. മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനും ബാക്കിയുള്ളവരെ ഒന്നിച്ചു നിർത്തി LDFന് അനുകൂലമാക്കാം എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ പുതിയ വർഗീയ പ്രസ്ഥാനം ഈ മാപ്പോടുകൂടി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. പ്രസ്താവന പിൻവലിച്ച് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. പിണറായി വിജയനും സംഘാംഗങ്ങളായ സജി ചെറിയാനും AK ബാലനും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അതുപോലെ ശിവൻകുട്ടിയുമൊക്കെ ചേർന്ന് തുടങ്ങിയ പുതിയ വർഗീയ പ്രസ്ഥാനമാണ് ഈ മാപ്പ് പറച്ചിലോടെ തകർന്നടിഞ്ഞത്. തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ സ്വീകരിച്ചതും പുലർത്തിയതുമായ മതനിരപേക്ഷമായ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് തൻ്റെ വാക്കെന്ന് സ്വയം പശ്ചാത്തപിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. അത് നല്ല കാര്യം തന്നെയാണ്. എങ്കിലും ഈ മാപ്പ് പറച്ചിലോടുകൂടി എങ്കിലും നീ നന്നാകൂ സജി എന്നാണ് കേരളം വിളിച്ചു പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ എന്ന് പറഞ്ഞ് ആളുകളെ വീണ്ടും പറ്റിക്കാൻ നോക്കിയാൽ കേരളത്തിലെ മതേതരത്വ വിശ്വാസികൾ വലിച്ചു ദൂരെക്കളയുമെന്ന യാഥാർത്ഥ്യം മന്ത്രി സജി ചെറിയാൻ മറക്കണ്ട. മാപ്പ് പറഞ്ഞെടുത്ത് നിന്ന് കിടന്ന് ഉരുളണ്ട. മതചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജാതിമത വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന തൻ്റെ പൊതുജീവിതത്തെ വർഗീയതയുടെ ചേരിയിൽ നിർത്തി ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി എന്ന് പറഞ്ഞാൽ വർഗീയ കാർഡിറക്കി വിജയിക്കാമെന്ന് കണക്കുകൂട്ടിയ പിണറായി വിജയന്റെ പദ്ധതിയാണ് പൊളിഞ്ഞ് പാളീസായത്. സജി ചെറിയാന് ബോധം വന്നിരിക്കുന്നു. ബാക്കിയുള്ള ബാലനും വെള്ളാപ്പള്ളിക്കും നായർക്കുമെല്ലാം ബോധം വരാൻ കൂടുതൽ സമയമൊന്നും ഇനി വേണ്ടിവരില്ല. താൻ പറഞ്ഞ വാക്കുകളിൽ തൻ്റെ സഹോദരങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നുവെന്നും താൻ ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളും തന്നെ തെറ്റിദ്ധരിച്ചുവെന്നതും വേദനിപ്പിക്കുന്നുവെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. താൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിച്ച് തൻ്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന ഏറ്റുപറച്ചിലും മാപ്പു പറച്ചിലുമാണ് സജി ചെറിയാൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്താവന പിൻവലിക്കുന്നു എന്നാണ് കുറിപ്പിൽ സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, മലപ്പുറത്തെയും കാസർഗോട്ടെയും ജനങ്ങളെയും അവരുടെ മതത്തെയും വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിലായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായത്. ജയിക്കുന്നവരെയും ജയിപ്പിക്കുന്നവരെയും ഉദ്ധരിച്ചുള്ള സജി ചെറിയാന്റെ വാക്കുകളാണ് വലിയ വിവാദത്തിനിടയാക്കിയത്. പറഞ്ഞത് വലിയ വർഗീയം തന്നെയെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ അതിനെ ശ്രദ്ധിച്ചവരെല്ലാം ആ പ്രസ്താവനയെ പുച്ഛിച്ചു തള്ളി. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഇതേ മന്ത്രി സജി ചെറിയാന് ആ ഭരണഘടനയിൽ പറയുന്ന മതേതരത്വത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ഇത് കേരളം വിളിച്ചു പറഞ്ഞു. സംസ്കാരമില്ലാത്തയാളാണ് കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി എന്ന് കേരളം ഉറപ്പിച്ച സാഹചര്യത്തിലാണ് സജി ചെറിയാൻ മാപ്പിരന്നുകൊണ്ട് വന്നത്. ഇതിലൊരു കാര്യം വളരെ വ്യക്തമാണ്. തൻ്റെ ഭാഗം ശരിയെന്ന് പറയാൻ സജി ചെറിയാൻ കാണിക്കുന്ന ഈ വ്യഗ്രത എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. മതേതരത്വത്തെ കൊഞ്ഞനം കുത്തുകയും ന്യൂനപക്ഷങ്ങളെ പുലഭ്യം പറയുകയും ചെയ്യുന്ന എല്ലാവരും കരുതിയിരുന്നോളൂ, ഇന്നല്ലെങ്കിൽ നാളെ മാപ്പ് പറഞ്ഞേ മതിയാകൂ ഈ സജി ചെറിയാനെ പോലെ. സത്യത്തിൽ ഈ മാപ്പ് അപേക്ഷിച്ചത് കോൺഗ്രസ് കൈക്കണ്ട നിലപാടിനോടുകൂടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും.